പാട്ടും ഒത്തും 5811 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ബാങ്ക് ഡെപ്പോസിറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ബാങ്കിൽ നമ്മൾ കൂടുതൽ നിക്ഷേപിച്ച് കുറച്ച് വിഡ്രോ ചെയ്താൽ എന്താവും? ബാങ്ക് ബാലൻസ് ഉയർന്നിരിക്കും. അപ്പോൾ നമ്മൾ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ 3-4 കാര്യങ്ങളുടെ 4 എപ്പിസോഡായിട്ട് ചെയ്യാൻ വെച്ചിട്ടാണ്. അത് ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ലവ് എന്നുള്ളൊരു വാക്കാണ് വരുന്നത്. LOVE, ലവ് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇതിൽ ഓരോ ഇംഗ്ലീഷ് അക്ഷരത്തിനും ഓരോ എക്സ്പാൻഷനാണുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ അക്ഷരം നമുക്കിന്ന് നോക്കാം. ഒന്നാമത്തെ അക്ഷരം L എന്ന് പറഞ്ഞാൽ ലിസണിങ് എന്നാണ്. ലിസണിങ് എന്നാൽ ആക്റ്റീവ് ലിസണിങ് ആയിരിക്കും. നമ്മൾ കേൾക്കാറുണ്ട്, പലപ്പോഴും കാണാറുണ്ട്. കണ്ടിട്ടും കണ്ടില്ല എന്നൊക്കെ പാട്ടിലൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ നടന്നു പോരുമ്പോഴൊക്കെ ചിലപ്പോൾ ആളുകളെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പരസ്പരം നോക്കിയിട്ടുണ്ടാവും, പക്ഷേ എന്തോ നമ്മൾ അവരെ പ്രതികരിച്ചിട്ടുണ്ടാവില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നീട് കാണുമ്പോഴോ അല്ലെങ്കിൽ ഫോൺ സംസാരത്തിലോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്ന നാളുകൾ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മളറിയുക. ഓർത്ത് നോക്കുക അല്ലേ? അതേപോലെ തന്നെ ആണ് ഈ ലിസണിങ്. അപ്പോൾ ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ട് കേട്ടിട്ടില്ലെങ്കിൽ പലതും നമ്മളുടെ മസ്തിഷ്കത്തിലേക്ക് കയറില്ല. പക്ഷേ കേട്ടിട്ടുണ്ടാവും, ഒരു എന്താ പറയുക, ഒരു പാസീവായിട്ട്, ആക്റ്റീവായിട്ടല്ല കേട്ടോ, പാസീവായിട്ട് കേട്ടിട്ടുണ്ടാവും. ചെറിയൊരു ഉദാഹരണം പറയാം. പിന്നെ ഭാര്യ സാധനങ്ങൾ, പണ്ടത്തെ ഒരു അവസ്ഥയാണ് വീട്ടിലെ അവസ്ഥ. അപ്പോൾ സാധനങ്ങളുടെ കാര്യമൊക്കെ, ഭർത്താവ് ജോലിക്ക് പോകുന്ന ആളാണ്, ഭാര്യ അത് ഹൗസ് വൈഫാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഭർത്താവിൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ രാവിലെ ഒരു ചായ കിട്ടണം, ചായൻ്റെ കൂടെ എന്നുവെച്ചാൽ പത്രം വായനയും ചായ ഒന്നിച്ചാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഭക്ഷണം പോറും പൊതിയൊക്കെ ആയിട്ട് ഓഫീസിൽ പോവുക, വൈകുന്നേരം വരിക, അതാണ്. വൈകുന്നേരം വന്നാലും വേണം ഒരു ചായ. അപ്പോൾ അങ്ങനെ രാവിലെ ചായ കുടിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഞാൻ പിന്നെ അത് വൈകുന്നേരം പറയാനും വിട്ടുപോയി. അപ്പോൾ ഞാൻ പറയാണ്, പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇന്ന് ഞാൻ ഉള്ളതുകൊണ്ട് ഒപ്പിച്ചതാണ്, അപ്പോൾ ഇനി വൈകുന്നേരം ചായക്ക് പഞ്ചസാര ഇല്ല കേട്ടോ. അപ്പോൾ ഇയാൾ ചെറുതായിട്ടൊന്ന് മൂളിയിട്ടുണ്ട് എന്നാണ് ഭാര്യ പറയണത്. ഭാര്യ പറഞ്ഞു അയാൾ മൂളിയിട്ടുണ്ട്. വൈകുന്നേരം വന്നു, അയാളൊന്ന് പതിവിലും ക്ഷീണിച്ചിട്ടാണ് വന്നത്. അപ്പോൾ വീട്ടിൽ വന്ന് ഏതായാലും ചായ കുടിച്ചൊന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഡ്രസ്സൊക്കെ മാറ്റി, പിന്നെ അന്ന് കാലുമുഖമൊക്കെ ഒന്ന് കഴുകി, കുളിക്കാൻ പോയിട്ടില്ല. അപ്പം അങ്ങനെ ഇരുന്ന് ചായ കിട്ടാൻ പറഞ്ഞു. ചായ ആയിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ചായ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ചായക്ക് മധുരമില്ല. അപ്പോൾ ഭർത്താവ് പറയുകയാണ്, ഞാൻ ആകെ ക്ഷീണിച്ചാന്ന് വരുന്നത്, പിന്നെ ഒരു ചായ കുടിച്ചാൽ തലവേദനയുണ്ട് ചെറുതായിട്ട്, അപ്പോൾ തലവേദന ഒന്ന് കുറഞ്ഞ് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്കറിയില്ല, എനിക്ക് പ്രമേയമൊന്നും ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, ദൈവാധീനം. അപ്പോൾ അതുകൊണ്ട് ചായക്ക് എന്തിനാ ഇങ്ങനെ പഞ്ചസാര ഇടാതെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞു, പിന്നെ പഞ്ചസാര ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായി? പിന്നെ പറയാണ്, അല്ല മനുഷ്യ, ഞങ്ങളോട് ഞാൻ രാവിലെ പറഞ്ഞതല്ലേ പഞ്ചസാര തീർന്നിട്ടുണ്ട്, അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞതല്ലേ. ഭർത്താവ് പറയണേ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ കൊണ്ടുവരില്ലേ, അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുമോ? അല്ല, ഞാൻ രാവിലെ നിങ്ങൾ ചായ കുടിക്കുമ്പോൾ തന്നെയാണ് പറഞ്ഞത്, രാവിലെ ചായ കുടിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉള്ളതൊക്കെ വടിച്ചിട്ടതാണ് കേട്ടോ, ഇനി ഇവിടെ ഇല്ല, വൈകുന്നേരം കൊണ്ടുവരണം, അല്ലെങ്കിൽ ചായക്ക് പഞ്ചസാര ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേൾക്കില്ലേ. അപ്പോൾ നിങ്ങൾ മൂളീനല്ലോ. ഞാൻ മൂളിയിട്ടൊന്നുമില്ല, കേട്ടാലല്ലേ മൂളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞെന്തായി, വാക്ക് തർക്കമായി. തർക്കം മൂത്താൽ പിന്നെ എന്താ പറയുക, അവർ തമ്മിൽ പറയും, പിന്നെ ഭാര്യയെ കുറ്റം പറയാൻ തുടങ്ങും അല്ലേ. ഈ മാത്രമല്ല, എൻ്റെ വീട്ടിലെ ആൾക്കാരൊക്കെ എങ്ങനെയാണ്. ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ ഒന്നും കുഴപ്പമില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ സ്വഭാവം തുടങ്ങിയത്, പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയാം. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലെല്ലാവർക്കും ഉള്ള സ്വഭാവമാണ്. അപ്പോൾ പിന്നെ 2 സൈഡിലും കുറ്റമായി. മരിച്ചുപോയ ആൾക്കാരൊക്കെ പറയും അല്ലേ, അച്ഛൻ്റെ അച്ഛനെ, അമ്മേൻ്റെ അച്ഛനെ, ഈ സൈഡിൽ നിന്നും ആ സൈഡിൽ നിന്നും പറഞ്ഞ് ബഹളമയം. അപ്പം പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ ചിലപ്പോൾ കുട്ടികളൊക്കെ ഇടപെടുക, അതല്ലെങ്കിൽ അയലക്കാർ എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുക. ചിലപ്പോൾ ചില ചൂടന്മാരാണെങ്കിൽ ചിലപ്പോൾ തല്ലലടക്കം നടക്കും, കൈ വെച്ച് പോവും അല്ലേ. അപ്പം അങ്ങനെ
അത് വീട്ടിൽ പോകാനും ഞാൻ നാളെ മുതൽക്ക് എൻ്റെ വീട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം അത് ഓരോ സാഹചര്യം അനുസരിച്ച് പ്രശ്നങ്ങൾ കൂടി കൂടി വരും. അപ്പോൾ ഇതെന്താ സംഭവിച്ചത്? ആ രാവിലെ ഉള്ള സംസാരം ഇയാൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് ആക്റ്റീവ് ലിസണിങ് ആയിരുന്നില്ല. അപ്പോൾ എന്താണ്, ശരിക്ക് അയാളത് കേട്ടിട്ടില്ല. എന്നാലോ പാസീവായിട്ട് പത്രത്തിൽ എന്തോ വാർത്ത വായിച്ചതിൻ്റെ ഇടയിൽ ആ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇയാളെ ശ്രദ്ധ മുഴുവൻ എവിടെയാണ്? പത്രവായനയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ ഇയാൾ ശരിക്ക് കേട്ടിട്ടില്ല. നമ്മൾ ജീവിതത്തിൽ ഉടനീളം നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. പലപ്പോഴും അത് വഴക്കിൽ കലാശിച്ചിട്ടുണ്ടാവും. രണ്ടുപേരും ഒരേപോലെ ചൂടന്മാരാണെങ്കിൽ അടി ഉറപ്പാണ്. അപ്പോൾ കച്ചറ തീരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു എന്താ പറയുക, ഈ ഒരേ സമയം പല പ്രവൃത്തികൾ ചെയ്യുന്ന ആ ഒരു മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള അത്ര ഏബിളൊന്നുമില്ല. മൾട്ടി ടാസ്ക് നല്ലതല്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ക്വാളിറ്റി ഉണ്ടാവില്ല. പല പണികളും ഒരു സമയത്ത് ചെയ്താൽ ഒരു പണിയും മര്യാദയ്ക്കാവില്ല. അപ്പം അത് മൾട്ടി ടാസ്കിങ് അത്ര നല്ലതല്ല. അപ്പോൾ ചെയ്യുന്ന പണിയിൽ കൂടുതൽ ശ്രദ്ധാലുവാകുക, കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക, ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മൾ കുട്ടികളായാലും കേൾക്കുക എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും പറയാനാണ് താല്പര്യം, കേൾക്കാനുള്ള ആളുകൾ കുറവാണ്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ രൂപപ്പെട്ട ഒരു കൂട്ടായ്മകളുണ്ടെന്ന് പറഞ്ഞേക്കണം. എന്നുവെച്ചാൽ കേൾക്കുക. ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ 1 മണിക്കൂർ കേട്ടാൽ എന്താണ് നിങ്ങൾക്ക് എത്ര $, തരിക. അപ്പോൾ എന്താ, അത് കേൾക്കാനായിരിക്കും താല്പര്യമില്ല. അപ്പോൾ ഉപദേശികൾ കണ്ടില്ലേ, ഉപദേശം. ആർക്കും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനൊന്നും തീരെ കേൾക്കാൻ താല്പര്യമില്ലാത്ത സാധനമാണ് ഉപദേശം. അത് കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷെ അവർക്കത് വേണ്ട. അതുപോലെ ഇപ്പം എൻ്റെ ഒരു പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ഒന്ന് തുറന്ന് സംസാരിക്കാൻ, അത് കേൾക്കാൻ. എന്നാൽ പിന്നെ ഫോണിൽ പറയുകയാണെങ്കിൽ എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, അപ്പോൾ എന്താണ് കട്ട് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ ഈ കിടപ്പിലായ രോഗികൾ, പ്രായമായ ആളുകൾ, ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ ആളില്ലാത്തതാണ് പലവർക്കും ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണ്? കേൾക്കുക. നമുക്ക് ചിലപ്പം ചില പ്രശ്നങ്ങൾ ആർക്കും ദൈവം പോലും വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാം. എന്നാൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഈ നമ്മളൊരു സംസാരം അല്ലെങ്കിൽ നമ്മൾ ആ കേൾക്കുന്നതിലൂടെ അയാളുടെ മനസ്സിലുള്ള ഭാരം ഒന്ന് ഇറക്കി വെക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ലവ് എന്ന പോയിൻറ്റിൽ. ദ ഫസ്റ്റ് ലെറ്റർ L സ്റ്റാൻഡ്സ് ഫോർ ആക്റ്റീവ് ലിസണിങ്. സോ പ്രാക്ടീസ് ഇറ്റ് ആൻഡ് എന്താ പറയുക, ഇതിൻ്റെ മറ്റുള്ള കമൻസുകളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇൻ മൈ ബോക്സ്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് അത് ഡെവലപ്പ് ചെയ്യാനോ നമുക്കൊരു ജീവിത അനുഭവമാക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാണണമെന്നും ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്നുള്ള അഭ്യർത്ഥനയോട് കൂടി നിർത്തുന്നു. അടുത്ത ലെറ്റർ O നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.